ഹായ് ഓൾ, ഹാർട്ടി വെൽക്കം ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പുതിയ എക്സ്പ്രഷൻസ് ആണ് പഠിക്കുന്നത്. നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്ക് ഇത് ഇഷ്ടമല്ല എന്നതിന് നമുക്ക് പറയാൻ പറ്റിയ നല്ലൊരു എക്സ്പ്രഷനാണ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടമല്ല എന്നുള്ളൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്രിക്കറ്റ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എങ്ങനെ പറയും? ക്രിക്കറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ക്രിക്കറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല. ചോക്ലേറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അവൾക്ക് ചാറ്റിംഗ് ഇഷ്ടമല്ല. ചാറ്റിംഗ് ഈസ് നോട്ട് ഹെർ കപ്പ് ഓഫ് ടീ. കണ്ടോ, ഈ രീതിയിലാണ് കപ്പ് ഓഫ് ടീ എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് അടുത്ത എക്സ്പ്രഷൻ നോക്കാം. എനിക്ക് തീർച്ചയില്ല, ഐ എം നോട്ട് ഷുവർ എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷനാണ് ഐ എം ഓൺ ദ ഫെൻസ്. ഐ എം നോട്ട് ഷുവർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഐ എം ഓൺ ദ ഫെൻസ്. അപ്പൊ ഈ ഐ എം ഓൺ ദ ഫെൻസ് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കണമെന്ന് നോക്കാം. അവളുടെ വിജയത്തെക്കുറിച്ച് എനിക്ക് ഒരു തീർച്ചയില്ല. എനിക്കൊരു തീർച്ചയില്ല അവൾ ജയിക്കും എന്നുള്ളത്. അപ്പൊ അതെങ്ങനെ പറയും? ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഹെർ സക്സസ്. ഐ എം ഓൺ ദ ഫെൻസ് അബൌട്ട് ഹെർ സക്സസ്. എക്സാമിന്റെ ഡേറ്റിനെ കുറിച്ച് എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നാണ് ഐ ആം ഓൺ ദ ഫെൻസ് ഓഫ് ദി ഡേറ്റ് ഓഫ് ദി എക്സാം. ഇറ്റ് ഈസ് ഈസി, ഇത് നല്ല എളുപ്പമാണെന്ന് പറയുന്നതിന് നമ്മൾ വേറൊരു എക്സ്പ്രഷൻ പറയും ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഇത് നല്ല എളുപ്പമാണോ? ഇറ്റ് ഈസ് ഈസി, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ, അപ്പൊ ഈസി എന്നുള്ളതിന് എ പീസ് ഓഫ് കേക്ക് എന്നുള്ള രീതിയിൽ ഉള്ള എക്സ്പ്രഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അത് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. സ്പെൻഡിങ് മണി ഈസ് എ പീസ് ഓഫ് കേക്ക്. അല്ലെ, പൈസ ചെലവാക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള കാര്യമാണ്. പൈസ ഉണ്ടാക്കുന്നതാണ് പാട്, അല്ലെ? അപ്പൊ പൈസ ചെലവാക്കുക എന്ന് പറയുന്നത് പീസ് ഓഫ് കേക്ക് ആണ്. ഇറ്റ് ഈസ് ഈസി, അല്ലെ? എല്ലാവർക്കും ഈസിയാണ്. അപ്പൊ ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സ്പെൻഡിങ് മണി ഈസ് എ പീസ് ഓഫ് കേക്ക്. മറ്റുള്ളവരെ വിമർശിക്കുന്നത് എളുപ്പമാണ് എന്നുള്ളത് എങ്ങനെ നമ്മൾ ഈ രീതിയിൽ പറയുന്നത്? ക്രിറ്റിസൈസിങ് അതേഴ്സ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ക്രിറ്റിസൈസിങ് അതേഴ്സ് ഈസ് എ പീസ് ഓഫ് കേക്ക്. മറ്റുള്ളവരെ വിമർശിക്കുന്നത് എളുപ്പമാണ്, അല്ലെ? പക്ഷെ അവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനാണ് ബുദ്ധിമുട്ട്, അല്ലെ? അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മൾ പറയും സമാധാനിക്കൂ, കാം ഡൗൺ, കാം ഡൗൺ. അതിന് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ആണ് ടേക്ക് ഇറ്റ് ഈസി. ടേക്ക് ഇറ്റ് ഈസി. എങ്ങനെയാണ് സെന്റൻസുകൾ ടേക്ക് ഇറ്റ് ഈസി ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ടേക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഈസി. എല്ലാ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളെയും ഈസി ആയിട്ട് എടുക്കുക. ടേക്ക് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഈസി. ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് പാനിക്, പരിഭ്രമിക്കരുത്. അതിന് ഈസി ആയിട്ട് എടുക്കുക. അതെങ്ങനെ പറയും? ഡോണ്ട് ബി പാനിക് ഇൻ ദിസ് സിറ്റുവേഷൻ, ടേക്ക് ഇറ്റ് ഈസി. ഡോണ്ട് ബി പാനിക് ഇൻ ദിസ് സിറ്റുവേഷൻ, ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, ഞാൻ പോവുകയാണ്. ഐ ആം ലീവിങ്. അതിനുപയോഗിക്കുന്ന വേറൊരു എക്സ്പ്രഷൻ ആണ് ഐ ആം ടേക്കിംഗ് ഓഫ്. ഐ ആം ടേക്കിംഗ് ഓഫ്. ഓക്കെ, ഞാൻ പോകുന്നു. അപ്പൊ അതിന് നമുക്ക് ഈ സെന്റൻസുകളിൽ ഉപയോഗിക്കാം ഐ ആം ടേക്കിംഗ് ഓഫ്. ക്ലാസ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുന്നു. എങ്ങനെ പറയും? ദ ക്ലാസ് ഈസ് ഓവർ, ഐ ആം ടേക്കിംഗ് ഓഫ്. ദ ക്ലാസ് ഈസ് ഓവർ, ഐ ആം ടേക്കിംഗ് ഓഫ്. മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് അവള് പോകുന്നു. അപ്പൊ എങ്ങനെ പറയും? She is taking off as the meeting is over. She is taking off as the meeting is over. It is difficult. ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന്, വലിയൊരു പാറ പൊട്ടിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ളതിന് പറയുന്ന വേറൊരു എക്സ്പ്രഷൻ ആണ് ഇറ്റ് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. ഇറ്റ് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. ഒരു നട്ട് അത് നല്ല ഹാർഡ് ആണെങ്കിൽ പൊട്ടിക്കാൻ പാടായിരിക്കും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അപ്പൊ ടഫ് നട്ട് ടു ക്രാക്ക് എങ്ങനെയാണ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോൾവിങ് ദ പ്രോബ്ലം ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. സോൾവിങ് ദ പ്രോബ്ലം ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു ടഫ് നട്ട് ക്രാക്ക് ചെയ്യുന്ന പോലെയാണ്, അല്ലെ? ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോൾവിങ് ദ പ്രോബ്ലം ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. സോൾവിങ് ദ പ്രോബ്ലം ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്.
നിങ്ങളുടെ ജോലി ബുദ്ധിമുട്ടുള്ളതാണ്. എങ്ങനെ പറയും? യുവർ വർക്ക് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. യുവർ വർക്ക് ഈസ് എ ടഫ് നട്ട് ടു ക്രാക്ക്. ഇനി അടുത്തത് ടു ബി വാച്ച്ഫുൾ, ബി കെയർഫുൾ, അതായത് സൂക്ഷിക്കണേ എന്ന് പറയില്ലേ, അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് വാച്ച് യുവർ സ്റ്റെപ്പ്. വാച്ച് യുവർ സ്റ്റെപ്പ്. ഓക്കെ, വാച്ച് യുവർ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബി കെയർഫുൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമുക്ക് വാച്ച് യുവർ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാം. വാച്ച് യുവർ സ്റ്റെപ്പ് വൈൽ സ്റ്റേയിങ് ദർ. വാച്ച് യുവർ സ്റ്റെപ്പ് വൈൽ സ്റ്റേയിങ് ദർ. നീ അവിടെ ആയിരിക്കുന്ന സമയത്ത് നീ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കെയർഫുൾ ആയിരിക്കണം എന്നുള്ള അർത്ഥമാണ്. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ വീഴും. എങ്ങനെ പറയും? വാച്ച് യുവർ സ്റ്റെപ്പ് അതർവൈസ് യു വിൽ ഫോൾ. വാച്ച് യുവർ സ്റ്റെപ്പ് അതർവൈസ് യു വിൽ ഫോൾ. വാച്ച് യുവർ സ്റ്റെപ്പ് അതർവൈസ് യു വിൽ ഫോൾ. ലാസ്റ്റ് ഒരു എക്സ്പ്രഷൻ ആണ് കീപ് ഇൻ ടച്ച്. കീപ് ഇൻ ടച്ച് അതായത് നമ്മൾ ഒരാളായിട്ട് കൂടുതൽ അടുത്തിരിക്കുക, സ്റ്റേ ഇൻ കോണ്ടാക്ട്, കീപ് ഇൻ ടച്ച്. അപ്പൊ ഓൾവേസ് കീപ് ഇൻ ടച്ച് എന്ന് പറയും അല്ലെ. അപ്പൊ കീപ് ഇൻ ടച്ച് അതായത് സ്റ്റേ ഇൻ കോണ്ടാക്ട്, എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നല്ല സമ്പർക്കത്തിലായിരിക്കുക എന്നാണ് കീപ് ഇൻ ടച്ച് അല്ലെങ്കിൽ സ്റ്റേ ഇൻ കോണ്ടാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കീപ് ഇൻ ടച്ച് ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ നോക്കാം. നിങ്ങൾ നല്ല ആളുകളുമായിട്ട് സമ്പർക്കത്തിലായിരിക്കണം. എങ്ങനെ പറയും? യു ഹാവ് ടു കീപ് ഇൻ ടച്ച് വിത്ത് ഗുഡ് പീപ്പിൾ. യു ഹാവ് ടു കീപ് ഇൻ ടച്ച് വിത്ത് ഗുഡ് പീപ്പിൾ. അതായത് നല്ല ആളുകളുമായിട്ട് സമ്പർക്കത്തിലായിരിക്കണം. നീ ഇന്ന് പോവുകയാണെങ്കിലും എപ്പോഴും സമ്പർക്കത്തിലായിരിക്കണം നമ്മൾ തമ്മിൽ എന്നങ്ങനെ പറയും. യു ഹാവ് ടു കീപ് ഇൻ ടച്ച് വിത്ത് മീ ഈവൻ ഇഫ് യു ലീവ് ടുഡേ. യു ഹാവ് ടു കീപ് ഇൻ ടച്ച് വിത്ത് മീ ഈവൻ ഇഫ് യു ലീവ് ടുഡേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കുറെ എക്സ്പ്രഷൻസ് ഒക്കെ പുതിയതായിട്ട് പഠിച്ചു. ഈ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങളുടെ സംസാരത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക, മറന്നുപോകരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.